വയനാട് ദുരന്തത്തിൽ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തയെ ന്യായീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മെമ്മോറാണ്ടത്തെയും തള്ളിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചില പുഴുക്കുത്തുകൾ അക്കാലത്തുമുണ്ടെന്നും അത് മനസ്സിലാക്കണമെന്നും വി.ഡി. സതീശൻ. മാധ്യമങ്ങൾ എന്ത് തെറ്റ് പറഞ്ഞതെന്നും സതീശൻ ചോദിക്കുന്നു. കേന്ദ്ര പാക്കേജ് അനുവദിക്കാത്തതിലും സതീശന്റെ ഉരുണ്ടുകളി. മുഖ്യമന്ത്രിക്കില്ലാത്ത പരാതി എന്തിന് പ്രതിപക്ഷ നേതാവിനെന്നും വി.ഡി. സതീശന്റെ മറുപടി. ദുരിതം അനുഭവിക്കുന്നവർ കരുതണം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലടിക്കല്ല, അവർ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കണം. അത് കേരളത്തിലൊരു പുതിയ സംസ്കാരത്തിന് ഞങ്ങൾ തുടക്കമിട്ടതാണ്. പക്ഷേ ഗവൺമെൻറ് കുറേ കൂടി ഭംഗിയായി ശ്രദ്ധാപൂർവം ചെയ്യണം. ഇപ്പോൾ ഈ ആരോ പറഞ്ഞ് എന്താണ് ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതുപോലെ മെമ്മോറാണ്ടം കൊടുത്തു. ചില പുഴുക്കുത്തുകളുണ്ട്, അത് മനസ്സിലാക്കി അതിനെതിരെ നടപടിയെടുക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ പാക്കേജ് ചോദിക്കണം. പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് SDRF റൂൾസിൽ കുറച്ച് പൈസ കിട്ടുള്ളൂ. ഈ എസ്റ്റിമേറ്റ്, അതായത് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് ആദ്യമായിട്ടില്ല. 2018, 2019 ഈ ദുരന്തത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 2016 അങ്ങയുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. അന്ന് തയ്യാറാക്കിയ പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ മെമ്മോറാണ്ടത്തിൽ 100 കോടി രൂപ നഷ്ടപരിഹാരം, കിണർ കുഴിക്കുന്ന വൃത്തിയാക്കുന്ന 25,000 രൂപ, വസ്ത്രം വാങ്ങുന്നതിന് 70 ലക്ഷം രൂപ. അത് സ്വാഭാവികമായ ഒരു എസ്റ്റിമേറ്റ്, ഒരു ദുരന്ത നിവാരണത്തിന്റെ ഘട്ടത്തിൽ ആദ്യമേ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് ഇങ്ങനെ തന്നെയാണ്. ഇതിൽ എന്താണ് പുതുമ? അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ പൈസ കിട്ടിയിട്ടുണ്ടോ? ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ ചോദിക്കുക. അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് കണക്കുകളുമായിട്ട് പരസ്പര ബന്ധമില്ലാതെ റിപ്പോർട്ട് കൊടുത്താൽ പൈസ കിട്ടിയിട്ടുണ്ടോ? ആ പൈസ തന്നിട്ടുണ്ടോ? ഇപ്പോൾ ഈ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. അതിൽ ഈ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്. എനിക്ക് മറുചോദ്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, അങ്ങനെ കൊടുത്ത ഏതെങ്കിലും കാലത്ത് അത് വിശ്വസിച്ച് അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അങ്ങനെ തരില്ല. കാരണം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത് കണ്ട് പരിശീലിച്ചവരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ കലാമിറ്റിക്ക് പാക്കേജ് കൊടുക്കാനുള്ള ആ ഫോർമുല അറിയുന്നവരാണ്. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ് വേണ്ടത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നിർഭൻ, മെമ്മോറാണ്ടത്തെ ചെലവായി ചിത്രീകരിച്ച് വ്യാജ വാർത്ത നൽകി അത് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ നഗ്നമായി പൊളിഞ്ഞു. അതിനുശേഷമാണ് വി.ഡി. സതീശൻ്റെ ന്യായീകരണം. അതും ആ ന്യായീകരണത്തിനായി ഉമ്മൻചാണ്ടി കാലത്തെ പോലും തള്ളിപ്പറയുന്നു. എന്തൊക്കെയാണ് സതീശൻ പറഞ്ഞത് നിർഭൻ? അജിൻഷാദ്, ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിർത്തിയ ചോദ്യത്തിൽ തന്നെ അദ്ദേഹം എത്രമാത്രം പ്രതിലോമകരമായിട്ടാണ് കേരളത്തിനെതിരെ ആദരണീയ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇങ്ങനെ കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുറ്റിങ്ങൽ ദുരന്തം മുതൽ നമ്മൾ തുടർച്ചയായി നൽകിയ എസ്റ്റിമേറ്റിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതേ ചോദ്യം തന്നെയാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രനും മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V. മുരളീധരനും BJPയിലെ കേരളത്തിലെ നേതാക്കളും ചോദിക്കുന്നത്. അതായത് നമ്മൾ നൽകിയ എസ്റ്റിമേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ട തുക കിട്ടാത്തത്. ത്രിപുരയ്ക്ക് 40 കോടി കൊടുത്തത്, തെലങ്കാനയ്ക്ക് 3400 കോടി കൊടുത്തത് ഈ ദുരന്തത്തിന് ശേഷമാണ്. നമ്മൾ തുടർച്ചയായി മോദി സർക്കാരിനെയാണ് പിന്തുണയ്ക്കുന്നത്, അവരുടെ പാക്കേജ് വൈകിപ്പിക്കലിനെ, അല്ലേ നിർഭൻ? തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്നത്തെ നമ്മൾ വി.ഡി. സതീശൻ്റെ മറുപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റിലവൻ്റായി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗം, എന്തുകൊണ്ട് BJPയുടെ ഭാഷയിൽ വി.ഡി. സതീശൻ, K. സുരേന്ദ്രനും വി.ഡി. സതീശനും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നു? നമ്മൾ 2018 6000 കോടി രൂപ, അതായത് NDRFൻ്റെ കേന്ദ്ര പ്രതിരോധ നിധിയുടെ മാനദണ്ഡ പ്രകാരം നമ്മൾ കൊടുത്തത്, അന്ന് 26,000 കോടിയുടെ നഷ്ടമുണ്ടായി. നമ്മൾ കൊടുത്തത് 6,000 കോടി മാത്രം. നമുക്ക് ലഭിച്ചത് 3,000 കോടിക്ക് താഴെ. അതിൽ നിന്ന് 130 കോടി രൂപ വിമാനത്തിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തിരിച്ചു പിടിച്ചു. 200 കോടി രൂപ അരി നൽകിയത് തുക തിരിച്ചു പിടിച്ചു. ഇതൊക്കെ ചെയ്ത ഒരു കേന്ദ്ര സർക്കാരിന് നമ്മൾ കൊടുത്ത എസ്റ്റിമേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് തുക ലഭിക്കാത്തതെന്ന് കേരളത്തിന്റെ ആദരണീയ പ്രതിപക്ഷ നേതാവ് BJPയുടെ K. സുരേന്ദ്രൻ പറയുന്നതിന്റെ അതേ വാദം ഉന്നയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് പുറ്റിങ്ങൽ ദുരന്തകാലത്ത് കൊടുത്തിരുന്ന മെമ്മോറാണ്ടത്തെ സംബന്ധിച്ച വാർത്ത കൈരളി കൊടുത്തിരുന്നു. ആ വാർത്തയെ സംബന്ധിച്ചാണ് വി.ഡി. സതീശൻ പറയുന്നത്. അതായത് അന്ന് ഇങ്ങനെ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി, അതിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെയും പൂർണ്ണമായി അദ്ദേഹം തള്ളിപ്പറയാണ്. അതായത് മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ന്യായീകരിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അദ്ദേഹത്തിൻ്റെ UDFൻ്റെ മുഖ്യമന്ത്രി, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇന്നത്തെ പ്രധാനപ്പെട്ട AICC അംഗം കൂടിയായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരു റിപ്പോർട്ട് അന്ന് കൊടുത്ത ഈ പറഞ്ഞ മെമ്മോറാണ്ടം തെറ്റാണെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ വയനാട് ദുരന്തത്തിൽ കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു, സർക്കാർ പ്രതിരോധ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു, അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു, ജനങ്ങൾ സർക്കാരിനെ പൂർണ്ണമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം കൈമാറുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇതിന് എതിരായി ഒരു മാധ്യമങ്ങൾ സംഘടിതമായി വാർത്ത നൽകിയപ്പോൾ അതിനെ തള്ളിപ്പറയേണ്ടതാണ്
യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ എന്ത് തെറ്റാണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്നാണ്. മാത്രമല്ല ഇക്കാര്യങ്ങളിൽ എന്തു ചോദ്യമാണ് കേരളത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടത്, എന്തുകൊണ്ട് പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചിട്ട് പോയിട്ടും ഇതുവരെ ഒരു ചില്ലിക്കാശ് പോലും കേരളത്തിന് നൽകാത്തത് എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കേണ്ടതാണ്. ആ ചോദ്യത്തെ പ്രതിപക്ഷ നേതാവ് തമസ്കരിക്കുന്നു. മാത്രമല്ല ബി ജെ പിക്ക് വേണ്ട, ബി ജെ പിയെ സംരക്ഷിക്കുന്ന തരത്തിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളെ വി ഡി സതീശൻ കൂടി ന്യായീകരിക്കുകയാണ് അജിംഷാദ്. തീർച്ചയായും അത് തന്നെയാണ് അതിൻ്റെ വസ്തുത. ഒപ്പം ആരാണ് ഉമ്മൻചാണ്ടി കാലത്തെ പുഴുക്കുത്ത് എന്ന് വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്നുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ പറയട്ടെ, തുടർന്നുള്ള മണിക്കൂറുകളിൽ പറയട്ടെ.